ഇവിടെയാണ് ഞാൻ പറഞ്ഞത് സിഹർ ചെയ്യുക. സിഹർ എന്നത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാ. ഖാല മൂസാ മാ ജിതും ബിഹി സിഹർ ഇന്നല്ലാഹ സയ്യിദുതിരുഹു ഇന്നല്ലാഹ ലാ യുസ്ലിഹു അമല മുഫ്സിദീൻ. സിഹർ ചെയ്യല് മഹാപാതകമാ. നിന്റെ എതിരാളിയുടെ കച്ചവടം തകരാനോ അവന് ആപത്തുകൾ വരാനോ ഏതെങ്കിലും ആളുകളെയോ മൂർത്തികളെയോ സ്വാധീനിച്ചിട്ട് സിഹർ ചെയ്താൽ വല്ലാഹി പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം, അല്ലാഹു പൊറുക്കുകയില്ല, നിന്റെ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല. സിഹർ ചെയ്യൽ 7 വൻപാതകങ്ങളിലെ രണ്ടാമത്തെ കൊടുമ്പാതകമായി. ശിർക്ക് കഴിഞ്ഞാൽ ബുഖാരിയുടെ ഹദീസിലെ രണ്ടാമത്തെ പാതകം അത് സിഹർ ചെയ്യലാണ്. എത്ര ആളുകളാണ് സിഹർ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുന്നവർ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ള പടച്ചറബിനെ പേടിയുള്ള ആലിമീങ്ങളോ ആത്മീയ ചികിത്സകരോ അത് ചെയ്യാറില്ല. അങ്ങനെ ആരെങ്കിലും അത് ചെയ്യുന്നെങ്കിൽ പണത്തിന്റെ കൊതി കൊണ്ട് ചെയ്യുന്നെങ്കിൽ അവൻ യഥാർത്ഥ ചികിത്സകനല്ല. അല്ലാഹു നമ്മൾ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് മിക്കവാറും ആളുകൾ അത് ചെയ്യുന്നത് ചില ചാത്തൻ സേവകളും ചില മൂത്തി സേവകളുമുള്ള ആളുകളുടെ അടുക്കൽ പോയി അയൽവക്കക്കാരനെയും ബന്ധുക്കളെയും തറവെട്ടിക്കാൻ ചെയ്യുന്നവരുണ്ട്. നീ ജീവിതത്തിൽ ഗതി പിടിക്കില്ല. ചെയ്യപ്പെടുന്നവനല്ല, ചെയ്യുന്നവനും ജീവിതത്തിൽ ഗതി പിടിക്കുകയില്ലെന്ന് മഹാന്മാരായ മുഹദ്ദിസീങ്ങളും മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരാൾ തകർന്ന് തരിപ്പണമാവാൻ നിങ്ങൾ സിഹർ ചെയ്യരുത്, മാരണം ചെയ്യരുത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മിക്കവാറും ആളുകൾ അത് ചെയ്യുന്നത് ചാത്തൻ സേവയും മൂത്തി സേവയുമുള്ള ആളുകളുടെ അടുക്കൽ പോയി ചെയ്യുന്ന ആളുകളുണ്ട്. മുസ്ലിമീങ്ങൾ തന്നെയുണ്ട്. ഇതൊന്നും ഇസ്ലാമിന്റെ പാഠങ്ങളല്ല. ഇത് ഇസ്ലാം കർശനമായി നിരോധിച്ചതാണ്. അങ്ങനെ ചെയ്യുന്നവര് ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ചാത്തൻ സേവയും മൂത്തി സേവയുമുള്ള ആളുകളുടെ അടുക്കൽ പോയി അവരടുക്കൽ പോകുന്നവര് പൊക്കോട്ടെ, നമുക്കത് വിഷയമൊന്നുമല്ല, നമുക്കത് വിഷയമല്ല. മുസ്ലിമിനെ സംബന്ധിച്ചോളം അവനൊരു പദ്ധതിയുണ്ട്, അവനൊരു ഈമാനുണ്ട്. അത് ചെയ്യുന്നവൻ ഇസ്ലാമിന് പുറത്താണ്, ഒരു കാഫിറാണ്, പുറത്താണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത് പറഞ്ഞപ്പോ ആമീൻ എന്തൊരു ശക്തിയാ, മിക്കവാറും നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആമീൻ കേട്ടിട്ട്. ഇത് ചെയ്യിക്കുന്നത് ചില അന്യമതസ്ഥരായ മൂത്തി സേവയും ചാത്തൻ സേവയൊക്കെയുള്ള അന്യമതസ്ഥരായ ചികിത്സകരുണ്ട്. അവരുടെ അടുക്കൽ പോയി ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ ഇസ്ലാമിന് പുറത്താണ്, പിന്നെ നിന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കില്ല. ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. പിന്നെ നീ പറഞ്ഞ ഇത് കൂടുതൽ ഈ രോഗമുള്ളത് പെണ്ണുങ്ങൾക്കുമാണ്. അന്ധവിശ്വാസം കൂടുതൽ ഈ പെണ്ണുങ്ങൾക്കാണ്. പൂച്ച വട്ടം ചാടിയ നമ്മൾ അന്ന് പിന്നെ തിരിച്ചു വീട്ടിൽ കയറും. എന്തൊക്കെ പൂച്ച വട്ടം ചാടിയാൽ ഇറങ്ങിപ്പോണമേത്ത്